ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അടിപൊളി റെസിപ്പി ആയിട്ടുള്ളൊരു വീഡിയോസ് ആട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു 6 ചുള കാരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിച്ചപ്പ്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളിതാ പൂള വറുത്തത്, പൂളക്കോല് എന്ന് പറയും, പൂള വറുത്തത് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. ചില സ്ഥലത്ത് കപ്പ വറുത്തത് എന്നൊക്കെ പറയും. നിങ്ങളെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൂടുതലായിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ നമ്മളെന്താ ഈ കാരക്കതാ ഞാൻ നല്ല കഴുകി വെച്ചതാട്ടോ ഈ കാരക്ക. അപ്പോൾ ഈ കാരക്ക ഞാൻ ദാ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കാരക്ക ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് വേണ്ടത് വെച്ചാൽ കുറച്ച് പഞ്ചസാര. നമുക്ക് എത്രത്തോളം നമ്മളെ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട്. അപ്പം ഞങ്ങൾക്ക് വല്ലാത്ത മധുരം വേണ്ട, എന്നാലും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടതാണ് കുറച്ച് മുളകും പൊടി ഇടുക. മുളകും പൊടി ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കണമല്ലോ. നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കട്ടോ, എന്നിട്ട് കാണിച്ചു തരാം എന്താണ് നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ ഒന്ന്. ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് മക്കൾക്ക് ഒരു വെറൈറ്റി ആക്കി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുമില്ലേ. അപ്പോൾ ഇതൊന്നിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണല്ലോ. പിന്നെ ഈ കാരക്ക എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ തന്നെ, കാരക്ക കഴിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ അരച്ച് കൊടുത്താൽ ചില മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞില്ല, ഞാൻ കുറച്ചുകൂടി അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്ന് നല്ലോണം അരിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ കാരക്ക അച്ചാറൊക്കെ ഉണ്ടാക്കേണ്ടല്ലോ, പുളിയിഞ്ചി പോലെ ഉണ്ടാക്കണ അതുപോലത്തെ ആ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മളെ കപ്പ വറുത്തത്. അപ്പോൾ കുറച്ച് കപ്പ വറുത്തുണ്ടായിനി, അതാരും കഴിക്കണില്ല. അപ്പം ഞാൻ അതിനോട് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയുകയും ചെയ്യാമല്ലോ. ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച നമ്മളെ കാരക്കൊക്കെ അരച്ച് വെച്ചിനല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിക്കുക, എല്ലായിടത്തും ആക്കിയിട്ട് കേട്ടോ. അതിൻ്റെ പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ എരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, മല്ലിയില, അതുകൂടി ഇങ്ങോട്ട് ഇട്ട് വെക്കുക. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ അത് കാണുമ്പം തന്നെ നല്ല നല്ല മുരുമുരിപ്പുള്ള കറുമുറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. കമൻ്റ് അറിയിക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെയുള്ളത്. അപ്പം ഞാനൊന്ന് ഫസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ള, ടേസ്റ്റ് ഉണ്ടോ എന്നില്ലെന്നൊക്കെ കേട്ടോ. അപ്പം നമ്മളെ കൈമലുണ്ടല്ലേ നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് കൈമലൊക്കെ വിരലുമലൊക്കെ ആയിട്ടോ. അതൊന്നും ഇനി ഒഴിവാക്കാൻ തോന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊന്നും ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ച് നോക്കി. എന്നിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. മക്കളോട് പെട്ടെന്ന് പറയാനും പറ്റൂലല്ലോ, മക്കൾക്ക് ഒരാൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂല. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.